നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ഗ്രോസറീസ് ആയിക്കോട്ടെ, ക്രോക്കറീസ് ആയിക്കോട്ടെ, ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തും ഇവിടെയുണ്ട്. നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇനി ഈസിയായി പർച്ചേസ് ചെയ്യാം. കൂടാതെ തന്നെ ഏറ്റവും രുചികരമായ ബേക്കറി ഐറ്റംസും ഡ്രൈ ഫ്രൂട്ട്സും. അപ്പൊ ഇനി ഏറ്റവും ഗംഭീര ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് ഇനി ഒറ്റപ്പാലത്തിന്റെ മണ്ണിൽ ലൈവായി തുടരും. എന്താണ് BP ഹൈപ്പർടെൻഷൻ എന്നാണ് എനിക്കറിയാവുന്നത്. രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹൃദയം 70-75 വയസ്സിന് അടിക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ ഹൃദയം അടിക്കുന്ന സമയത്ത് അത് രക്തപ്പൊടിയിൽ ഉണ്ടാക്കുന്ന മർദ്ദത്തെയാണ് നമ്മൾ ഈ പറയുന്ന ബ്ലഡ് പ്രഷർ ഉള്ള രക്തസമ്മർദ്ദം എന്നുള്ളത് പറയാം. പൊതുവെ മദ്യപാനം പാടില്ലാന്ന് എല്ലാ ഡോക്ടർമാരും പറയുക. എങ്കിലും ഇപ്പോ മദ്യപിക്കുന്ന ആൾക്കാര് വീട്ടിലുള്ള രോഗികളെ എത്രത്തോളം ബാധിക്കും, അത് കൂടുതൽ പ്രശ്നങ്ങളോട് എത്തിക്കും. മദ്യപാനം സാധാരണ 2 രീതിയിലാണ് ബാധിക്കുക. പിന്നെ വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേയാണ്. നമ്മൾ പ്രേക്ഷകർക്ക് ഹൈപ്പർ ടെൻഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ദൂരീകരിക്കുന്നുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പാലക്കാട് ജില്ലാ ആശുപത്രി MD ഡോക്ടർ മനോജ് സാറായിട്ട് സംശയങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. ഇന്ന് വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേയാണ് സർ. അപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് ഹൈപ്പർ ടെൻഷനെ കുറിച്ച് കുറെ ആശങ്കയുണ്ട്. അപ്പോ അത് ദൂരീകരിക്കാൻ സാഹചര്യം ഇന്റർവ്യൂ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ എന്താണ് BP ഹൈപ്പർ ടെൻഷൻ എന്നാണ് എനിക്കറിയാവുന്നത്. രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹൃദയം 70-75 വയസ്സിന് അടിക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ ഹൃദയം അടിക്കുന്ന സമയത്ത് അത് രക്തപ്പൊടിയിൽ ഉണ്ടാക്കുന്ന മർദ്ദത്തെയാണ് നമ്മൾ ഈ പറയുന്ന ബ്ലഡ് പ്രഷർ ഉള്ള രക്തസമ്മർദ്ദം എന്നുള്ളത് പറയാം. ഇനി അടുത്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്, എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് 120/80, 140/90 ഒക്കെ 12 ഇത് എന്താണ് എന്നുള്ളതും, എന്താണ് ഈ 120/80 ആണോ രക്തസമ്മർദ്ദത്തിലെ വ്യത്യാസം എല്ലാവരും ചോദിക്കാറുണ്ട്. അത് പറയാൻ പറ്റുന്നത് ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ എത്രയാണോ BP വരുന്നത് അതാണ് ഈ 120 or 140 എന്ന് പറയുന്നത്. ഹൃദയം റിലാക്സ് ചെയ്യുമ്പോൾ എത്രയാണോ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് അതാണ് ഈ പറയുന്ന 80 അല്ലെങ്കിൽ 90 എന്ന് പറയുന്നത്. ഒരാളുടെ BP എന്ന് പറയുന്നത് ഹൃദയം പമ്പ് ചെയ്ത് ഹൃദയം റിലാക്സ് ചെയ്യുമ്പോഴുള്ള ആ ഒരു വ്യത്യാസം, അതാണ് ഈ പറയുന്ന 120 to 80 എന്നുള്ള രീതിയിൽ നമ്മൾ സാധാരണ പറയുന്നത്. അത് ഈ 120, 140 ഒക്കെ ഓരോരുത്തരുടെ ശരീരഘടനയും ജീവിതശൈലിയൊക്കെ അനുസരിച്ചുള്ള ഡിഫറൻസ് ഓരോന്നിരിക്കും. അത് വളരെ നല്ലൊരു സംബന്ധിച്ചാൽ പലപ്പോഴും നമ്മളോട് ഇവിടെ വരുന്ന പലരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ വെച്ചാൽ BP 100 BP കുറവാണല്ലോ എന്നാണ്. ആക്ച്വലി അത് ഒരു BP റിവ്യൂ വെച്ചിട്ട് നമുക്കത് കുറവാണെന്നോ കൂടുതലാണെന്നോ പറയാൻ വേണ്ടി പറ്റില്ല. നിർബന്ധമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ BP 140-90 മീറ്റർ പോലെ BP കൂടുതലാണ് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ BP കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ സാധാരണ, അതായത് നോർമലായിട്ട് ഉണ്ടാകുന്ന അവരുടെ BPയിൽ നിന്ന് 20 മില്ലിമീറ്ററിലും കൂടുതലോ കുറവോ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ BPയുടെ വ്യത്യാസം എന്ന് പറയുന്നത്. ഒരു നല്ല BP 100 അയാൾക്ക് എല്ലാ സമയത്തും എങ്കിൽ അയാളുടെ BP കുറവല്ല. പക്ഷെ ഒരു 120-80 ഉണ്ടായിരുന്ന ഒരാളുടെ BP അത് 100-60 100-70 കുറഞ്ഞു പോകാണ്ട് അത് ബ്ലഡ് പ്രഷർ കുറവെന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം അവരുടെ ബോഡി വെയിറ്റ് വെച്ചിട്ട് മാറ്റം ഉണ്ടാവുന്നുണ്ട്. സാധാരണ സ്ത്രീകളുടെ BP എപ്പോഴും കുറച്ച് കുറവായിരുന്നു സാധാരണ. പ്രത്യേകിച്ചും ആർത്തവകാലത്തൊക്കെയാണെങ്കിൽ ബ്ലഡ് പ്രഷർ 100-90 റേഞ്ച്, അതായത് സ്വിച്ച് എടുക്കാൻ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോഴുള്ള രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് 100 അല്ലെങ്കിൽ 90 റേഞ്ചിലൊക്കെ സാധാരണത്തിൽ കാണാറുള്ളൂ. പല സമയത്ത് ആ സമയത്ത് തലവേദന ഉണ്ടാവും. ആ നേരത്തെ നമ്മൾ ആശുപത്രിയിൽ പോകുന്ന സമയത്ത് രക്തസമ്മർദ്ദം നോക്കുന്ന സമയത്ത് 90-100 കാണുമ്പോൾ BP കുറവാണ് എന്ന രീതിയിൽ പലരും വരാറുണ്ട്. അത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ആ പറയുന്ന ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന രക്തം നഷ്ടപ്പെടുന്നുണ്ടാവുന്ന ചെറിയൊരു രക്തവ്യത്യാസം വന്നു. അത് രക്തത്തിന്റെ പ്രഷർ കുറവ് എന്നുള്ള രീതിയിൽ എടുക്കാറില്ല. അവരുടെ നോർമൽ BP എന്ന് പറഞ്ഞാൽ ഈ 90-100 റേഞ്ചിലായിരിക്കും ഉണ്ടാവുക.
അപ്പൊ സ്ത്രീക്കും പുരുഷനും ഈ ബീച്ചിലെ വേരിയേഷൻ നല്ല ഡിഫറൻസ് ഉണ്ടോ? സ്ത്രീക്കും പുരുഷനും എന്നുള്ളതല്ല, എല്ലാവരിലും ബ്ലഡ് പ്രഷറിന്റെ വ്യത്യാസമാണ്. ഇത് പല ഘടകങ്ങളുണ്ട്. ഒന്ന് അവരുടെ ശരീരഘടന, അവരുടെ ഭക്ഷണ രീതി, അങ്ങനെയുള്ള പല കാര്യത്തിലും പല വ്യത്യാസങ്ങളും ഉണ്ടാവും. നമ്മൾ അറിയേണ്ടത് ഒരാളുടെ ബി പി കൂടുതൽ കുറവ് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ നോർമൽ, അവരുടെ സാധാരണ നിലയിലുള്ള ബി പി എത്രയാണെന്നുള്ളത് അതിലുള്ള വ്യത്യാസം വെച്ചിട്ടാണ് നമുക്ക് സാധാരണ നിലയിൽ ബി പി കൂടുതലാണെന്നോ കുറവാണെന്നോ നമുക്ക് പറയേണ്ടില്ല. പിന്നെ ഇപ്പൊ വേറെ സംശയം, അതായത് ഇപ്പൊ ബി പി പിടിപെട്ട് കഴിഞ്ഞാൽ ഇത് സ്ഥിരമായി മെഡിസിൻ കഴിക്കേണ്ടി വരുമോ, അത് നിർത്താൻ പറ്റുമോ, അതായത് ജീവിതം മുഴുവൻ മരുന്ന് കഴിച്ചുകൊണ്ട് പോകേണ്ടി വരുമോ? ഇത് സാധാരണ ഇതിൽ എല്ലാവരുടെയും പേടിയാണ്. രക്തസമ്മർദ്ദം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മരുന്ന് നിർത്താൻ പറ്റും, ഇതിന് ജീവിതകാലം മുഴുവൻ കഴിക്കണം എന്നുള്ളത് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന സംഗതിയാണ്. സാധാരണ രീതിയിൽ രക്തസമ്മർദ്ദം കൂട്ടുന്നതിന് പല കാര്യങ്ങളുണ്ട്. ഇത് പറഞ്ഞു വരുന്നത് ജീവിത ശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് പെടുന്ന ഏറ്റവും പ്രധാന രോഗമാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ജീവിതശൈലി രോഗമാണ് പേരുള്ള മരുന്നിന് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് നമ്മളുടെ ഈ അസുഖം ഉണ്ടാകുന്നത്. എന്താണ് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ? നമുക്കറിയാം, നമ്മൾ പണ്ട് ഒരു 1950s ഉണ്ടായിരുന്ന ഒരു ഭക്ഷണ രീതിയോ അല്ലെങ്കിൽ നമ്മുടെ ജോലി ചെയ്ത രീതിയോ അല്ല നമ്മൾ 2025 ഉള്ള ഭക്ഷണ രീതി. ഇനി കുറച്ചും കൂടി പിന്നോട്ട് പോയി 10 ജനറേഷൻ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ചു നമ്മൾ എങ്ങനെയായിരുന്നു അന്ന് നമ്മൾ ഭക്ഷണം കിട്ടുന്നത് കാടുകളിൽ പോയി പഴങ്ങളും ഇതൊക്കെയാണ് പലരും ഭക്ഷിച്ചിരുന്നത്. ഒരു 10-20 കൊല്ലം മുന്നത്തെ കഥയാണ് പറഞ്ഞത്. അധ്വാനം കൂടി നമ്മൾ കഴിക്കുന്ന കലോറി കൂടുതലുള്ള, ഇപ്പൊ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമുള്ളൂ, കലോറി കൂടുതലുള്ള ഭക്ഷണം കഴിക്കും. പക്ഷെ ഇപ്പൊ രീതി മാറി. ഇപ്പൊ നമുക്ക് എന്താണ്, ഭക്ഷണമെല്ലാം നമ്മൾ ഓർഡർ ചെയ്ത് ഓൺ ടേബിൾ നമ്മൾ വെക്കും. മാത്രമല്ല നമുക്ക് കുറച്ചും കൂടി കമ്പ്യൂട്ടേഴ്സ് ജോലികളാണ്, നമുക്ക് ഇരുന്ന് അടുത്ത് കഴിഞ്ഞാൽ എല്ലാ ജോലികളും. അപ്പൊ അധ്വാനം കുറവും പിന്നെ ഭക്ഷണത്തിലുള്ള കലോറി വളരെ കൂടുതലാണ്. മാത്രമല്ല ഉപ്പിന്റെ അംശം ഇപ്പോഴുള്ള ഭക്ഷണത്തിൽ വളരെയധികം കൂടുതലാണ്. സ്വാഭാവികമായിട്ടും എന്താണ്, ഈ ഉപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന കലോറികളെല്ലാം എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ സാധാരണത്തേക്കാൾ ഒരു പരിധിവരെ കൂട്ടുന്നതിലേക്ക് കരുത്തി. അപ്പൊ ഭക്ഷണ രീതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും നമ്മുടെ വിശ്രമില്ലായ്മയും പിന്നെ പണ്ടത്തെ ആൾക്കാരുടെക്കാളും ഇപ്പോഴത്തെ സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലാണ്. അതിൽ ചിലപ്പോൾ ഉള്ളത് പണ്ടത്തെ എല്ലാം ഒരു കമ്പൈൻ ഫാമിലി, ജോയിന്റ് ഫാമിലിയാണ്. നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങളോ വിഷമങ്ങളോ ഉണ്ടായി ഷെയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ എല്ലാം മൈക്രോ ഫാമിലിയാണ്, ന്യൂക്ലിയർ ഫാമിലീസാണ്. നമുക്ക് സങ്കടം പറയാൻ വേണ്ടിയിട്ട് അധികം ആൾക്കാരാവില്ല. അപ്പൊ ആ സങ്കടങ്ങളെല്ലാം നമ്മുടെ തലയുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് കയറും. ഞങ്ങളതിന് വേറെ പറയും പ്രഷർ കുക്കർ എഫക്ട്. പ്രഷർ കുക്കർ എഫക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ടുകൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ തലച്ചോറിൽ ഇരുന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് കൂട്ടി അതിന്റെ എഫക്ട് കൂട്ടുക. അതെല്ലാം നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് കൂട്ടും, സ്വാഭാവികമായിട്ടും രക്തസമ്മർദ്ദം കൂട്ടും. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തില് അപ്പൊ ഒരാളുടെ ബി.പി അനുസരിച്ചായിരിക്കുന്നില്ല, അത് സ്ത്രീകൾ കുറിച്ചുള്ളതല്ല, വ്യത്യാസം അനുസരിച്ച് നഗരത്തിലെ ഗ്രാമീണത്തിലെ ഓരോരുത്തരുടെ ജോലി അനുസരിച്ച് അനുസരിച്ച് നമുക്ക് വ്യത്യാസമില്ല. പിന്നെ തീർച്ചയായിട്ടും മരുന്ന് കഴിക്കേണ്ടി വരിക എന്നുള്ളത് ആ ചോദ്യത്തിനനുസരിച്ച് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ബി.പി കുറയ്ക്കുന്നതാണ്. അതായത് നമ്മുടെ ഭക്ഷണ രീതിയിൽ ക്രമീകരണം നടത്തി നമുക്ക് ബി.പി കുറയ്ക്കാം, നമ്മുടെ എക്സസൈസും നമുക്ക് ബി.പി കുറയ്ക്കാം, വെയിറ്റ് കുറച്ചാൽ നമുക്ക് ബി.പി കുറയ്ക്കാം, ഉപ്പിന്റെ അംശം കുറച്ചാൽ നമുക്ക് ബി.പി കുറയ്ക്കാം, പക്ഷേ മരുന്ന് കഴിച്ചാലും ബി.പി കുറയ്ക്കാം. അപ്പം ഈ പറഞ്ഞ മരുന്നല്ലാതെ ബാക്കിയുള്ളവരെല്ലാം കൂടി തന്നെ 20 മുതൽ 30 മില്ലിമീറ്ററോളം നമുക്ക് ബി.പി കുറയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ ശ്രമിച്ചിട്ടും ബി.പി കുറയുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മരുന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഭക്ഷണ രീതിയിൽ എക്സസൈസ്, വെയിറ്റ്, അതായത് തടി കൂടി വരുന്നത്, നാലാമത് ഉറക്കമില്ലായ്മ, സ്ട്രെസ്, ഇതെല്ലാം നമുക്ക് ബി.പി കൂട്ടുന്നതാണ്. ഈ പറഞ്ഞ പോലെ ഉപ്പിന്റെ അംശമെല്ലാം ബി.പി കൂട്ടുന്നതാണ്. ഈ സാധാരണ ബി.പി കൂട്ടുന്ന മരത്തിൽ ഇതിന്റെ എല്ലാം വീണ്ടാണ് നമുക്ക് ബി.പി കുറയ്ക്കാനും സഹായിക്കും. അപ്പൊ നമുക്ക് ഒരാൾക്ക് ബി.പി ഇപ്പൊ കൂടുതലാണ് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവരോട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആദ്യം നോക്കാൻ പറയും. ഇതൊന്നും ബി.പി കൺട്രോൾ ആയില്ലെങ്കിലാണ് നമ്മൾ മരുന്ന് തുടങ്ങുന്നത്. ഈ മരുന്ന് തുടങ്ങുമ്പോഴും അവർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമാക്കേണ്ടതാണ്. അതായത് ഭക്ഷണത്തിൽ ക്രമീകരിക്കണം, ഉപ്പിന്റെ അംശം വളരെയധികം കുറയ്ക്കണം, രണ്ടാമത് ഈ എക്സസൈസ് കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം, വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ അവരുടെ ബി.പി 20 മുതൽ 30 മില്ലിമീറ്ററോളം കുറയാനുള്ള സാധ്യതയുണ്ട്. ആ കുറയുന്നതിനെ ചിലപ്പോൾ മരുന്ന് നിർത്തലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ധാരണ ആരും വെക്കരുത്. ബി.പിയുടെ മരുന്ന് തുടങ്ങിയൊന്നും അതിനൊരു കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിനൊപ്പം അവർ ഈ പറയുന്ന ഭക്ഷണത്തിന് അവരുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വരുത്തി അത് കുറയ്ക്കുന്നതിൽ തന്നെ നമുക്ക് ബി.പിയുടെ മരുന്ന് കുറയ്ക്കാവുന്നതാണ്. നമുക്കൊരു ബ്രേക്ക് പോകേണ്ടത്, അതുകൊണ്ട് ബ്രേക്ക് ചെയ്ത് നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ഗ്രോസറീസ് ആയിക്കോട്ടെ,
ക്രോക്കറീസ് ആയിക്കോട്ടെ, ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തും ഇവിടെയുണ്ട്. നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇനി ഈസിയായി പർച്ചേസ് ചെയ്യാം. കൂടാതെ തന്നെ ഏറ്റവും രുചികരമായ ബേക്കറി ഐറ്റംസും ഡ്രൈ ഫ്രൂട്ട്സും. അപ്പൊ ഇനി ഏറ്റവും ഗംഭീര ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് ഇനി ഒറ്റപ്പാലത്തിന്റെ മണ്ണിൽ ലൈവായി തുടരും. അപ്പോ ബ്രേക്ക് കഴിഞ്ഞ് നമുക്ക് ബിപിയെ കുറിച്ചുള്ള സംശയങ്ങൾ കൂടുതലായിട്ട് ഡോക്ടറായിട്ട് അറിയാനുണ്ട്. പ്രേക്ഷകർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും, നമുക്ക് അതിന് ചോദിച്ചറിയാം. സാധാരണ 40 വയസ്സ് കഴിഞ്ഞാണ് അസുഖങ്ങൾക്ക് തുടർച്ചയായിട്ട് ഓരോ അസുഖങ്ങൾ പിടികൂടാനും കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ബിപി എന്നുള്ളത് ബ്ലഡ് പ്രഷറിൽ കുട്ടികൾക്കും വരാൻ സാധ്യതയുണ്ടോ, കുഞ്ഞുങ്ങൾക്ക് വരാൻ സാധ്യത ഇപ്പൊ കാണുന്നുണ്ടോ? ഈ ബ്ലഡ് പ്രഷർ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ജീവിതചര്യ രോഗമാണ്. ജീവിതചര്യം എന്ന് പറഞ്ഞാൽ 40 വയസ്സിന് മുകളിൽ മാത്രമല്ല ജീവിതചര്യയിലുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞു കുട്ടികൾ മുതൽ എല്ലാവരുടെയും ജീവിതചര്യയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളെല്ലാം ഈ പറയുന്ന അസുഖങ്ങൾ വളരെ നേരത്തെ ഉണ്ടാക്കാറുണ്ട്. അതായത് 17 മുതൽ ഈ 17-20 വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഇപ്പോൾ രക്തസമ്മർദ്ദം കൂടുതലായിട്ട് കാണുന്നത് സ്ട്രെസ്ഫുൾ ബാധകമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന വെയിറ്റിംഗ്, ഒബീസായിട്ട് തടി കൂടി വരുന്നത്, പാസ്പോർട്ടിന്റെ സംസ്കാരം, ഇതെല്ലാം ഈ പറയുന്ന ബ്ലഡ് പ്രഷർ കൂട്ടുന്നതിന് മാത്രമല്ല പണ്ട് കളിക്കുന്ന പോലെയുള്ള കളികളും കാര്യങ്ങളും എല്ലാം കുറവാണ്. ഇപ്പൊ ഞാൻ കളി പറയാം, കമ്പ്യൂട്ടറിലാണ് കളികൾ കൂടുതൽ. അപ്പൊ ഇതെല്ലാം അവരുടെ എല്ലാം രക്തസമ്മർദ്ദം കൂട്ടാനും വളരെ നേരത്തെ ഏജിൽ തന്നെ പ്രഷർ കൂടുതൽ വരുന്നതിനുള്ള കാരണമായിട്ടാണ്. ശക്തമായിട്ട് വരുന്നത് ഈ ബ്ലഡ് പ്രഷറിന്റെ അമിതമായ ഇത് കൂടിയിട്ടാണോ വരാനുള്ള സാധ്യത ഉണ്ടാവുന്നത് സാധാരണ രീതിയിൽ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ പമ്പിൽ രക്തക്കുഴൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. ഈ ഹൃദയത്തിന്റെ പമ്പിൽ രക്തക്കുഴലിന്റെ മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ഹൃദയത്തിലേക്കുള്ള രക്തം സപ്ലൈ ചെയ്യുന്നതിന് വ്യത്യാസം വരും. അത് ചെയ്യാനുണ്ട്. അത് ഹാർട്ട് അറ്റാക്ക് വരുന്ന കാര്യങ്ങളില്ല. ഈ ഹാർട്ട് അറ്റാക്കിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് കാണുന്നത് വേറെ ഒന്നാണ് പക്ഷാഘാതം, സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഈ മധ്യവ്യത്യാസം തലച്ചോറിനകത്ത് രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ രക്തക്കുഴലിൽ പൊട്ടുന്നതിന് ഇടവരുത്തുകയോ ചെയ്യും. മാത്രമല്ല ഇതേ മരത്തിനെ ബാധിക്കുന്ന വേറെ ഒന്നാണ് കിഡ്നിയുടെ പ്രവർത്തനത്തിനെ ബാധിച്ച് കിഡ്നിക്ക് പറയും. നമ്മുടെ നാട്ടിലൊക്കെ ഡയാലിസിസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയം. കാരണം ഇതേമാതിരി ബിപി കൺട്രോൾ ചെയ്യാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കും. കിഡ്നിയുടെ പ്രവർത്തനം നിർത്തി ഡയാലിസിസ് പോലുള്ള കാര്യങ്ങളിലേക്ക് പിന്നെ വേറെ ബാധിക്കുന്നതാണ് കണ്ണിന്. കാഴ്ചയെ ബാധിച്ച് കണ്ണുകളുടെ രക്തക്കുഴലിലെ പ്രഷർ കാരണമുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും കാഴ്ചയെ ബാധിക്കുകയും. അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ പറയുന്നത് കണ്ണിനെ, ഹൃദയത്തിനെ, കിഡ്നിനെ, തലച്ചോറിനെ, ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ പ്രഷർ കൂടുന്നതിന് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രഷർ കുറച്ചുകൂടെ ഇതിന്റെ എല്ലാവർക്കും. പിന്നെ ജീവിതത്തിന്റെ രോഗങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു 2 ദിവസം ചെറുക്കല് പാരസെറ്റമോൾ എടുത്ത് കഴിക്കും, അല്ലെങ്കിൽ ദേഹം നനച്ചു കൊടുക്കും. ഇനി അതല്ല കുറവില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ പോയി കാണും. ഡോക്ടറെ പോയി കണ്ട് മരുന്ന് കഴിക്കും. മരുന്ന് അപ്പോൾ മാറി കഴിഞ്ഞാൽ നമ്മൾ രക്തം ടെസ്റ്റ് ചെയ്തിട്ട് മാറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യും. എന്ത് വന്നാലും ആ പനി മാറിയിട്ടാണ് നമ്മൾ ആ ചികിത്സ നിർത്താറുള്ളത്. എന്നാൽ ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെ പറയുന്ന ജീവിതശൈലി രോഗങ്ങളുടെ പ്രശ്നം എന്താ വെച്ചാൽ അത് ബി പി കൂടിയിരുന്നാൽ ആ നേരത്ത് ആ രോഗിക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ പോകുന്നില്ല. അതായത് ബി പി ഇപ്പോൾ നോർമൽ ബി പിനേക്കാളും കൂടിയിരുന്ന് നിൽക്കും, ആ നേരത്തൊന്നും ഉണ്ടാവില്ല. ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ആ ആൾ അറിയണമെന്നുണ്ടെങ്കിൽ മിനിമം 10 മുതൽ 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ സാധാരണ പനി വന്നാൽ നമ്മൾ ഡോക്ടറെ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ മാറുന്നവരെ ചികിത്സിക്കുന്ന മാറി ആരും ബ്ലഡ് പ്രഷറിന് ചികിത്സിക്കാറില്ല. എല്ലാവരും എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു തലവേദനയോ കണ്ട് ബി പി നോക്കുന്ന സമയത്ത് ബി പി കൂടുതലാവും, മരുന്ന് കഴിക്കും, കുറച്ച് കഴിഞ്ഞാൽ തലവേദന മാറി സ്വാഭാവികമായിട്ട് നടക്കും. ഇതാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അപ്പോഴും ബി പി കൂടുതലാണ്. ഈ ബി പി കൂടുതൽ അവരുടെ കാഴ്ചയിലും കിഡ്നിയും ഹൃദയത്തിനെയും തലച്ചോറിനെല്ലാം ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവർ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത് മിക്കവാറും ഒരു സ്ട്രോക്ക്, ഒരു പക്ഷാഘാതം വരെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത്. ഇതാണ് ജീവിതത്തിന്റെ രോഗങ്ങളുടെ ഏറ്റവും ബുദ്ധിമുട്ടുകൾ. അതായത് ഇത് നമുക്കുള്ള ബുദ്ധിമുട്ടാണ്, അത് നിയന്ത്രിക്കുന്നത് നമുക്ക് തന്നെയാണ് എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ ഇതിന് തുടർ ചികിത്സയുള്ളൂ. ഇത് പലരും നമ്മളോട് വലിയ രോഗമുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നത് എനിക്കൊരു കുഴപ്പമില്ല. കുഴപ്പം എന്ന് പറയുന്നത് ഇന്നല്ല, കുഴപ്പം എന്ന് പറയുന്നത് ഇപ്പോൾ 5 6 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ആ കുഴപ്പങ്ങളായി സാധാരണയായിട്ട് 5 6 കൊല്ലം കഴിയുമ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ബി പി ഹൈപ്പർ ടെൻഷൻ പോലെ തന്നെ ഈ ലോ ബി പി ഇല്ലെന്നാണ് കേൾക്കുന്നുണ്ട്. അതായത് ടൈമിലും ലോ ബി പി എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ പലരും കുഴഞ്ഞു പോകുന്നതും
അതുപോലെ ശരീരത്തിന്റെ ഉപ്പിന്റെ പഞ്ചസാരയുടെ അംശം കുറയുമ്പോൾ രോഗിക്ക് ഒന്ന് മരിക്കാറുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അതിനെ മുമ്പ് ആദ്യം എത്രയാണ് നോർമൽ ബി പി എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. നോർമൽ ബി പി എന്ന് പറയുന്നത് 120-80 മില്ലിമീറ്റർ ആണ് നോർമൽ ബി പി എന്ന് പറയുന്നത്. ബ്ലഡ് പ്രഷർ കൂടുക എന്ന് പറയുന്നത് 140 മീതെ പോയാലാണ്, 140-90 മീതെ പോയാലാണ് അതിന് ബ്ലഡ് പ്രഷർ എന്നുള്ള പേര് പറയാം. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള 120-140 ഇടയിലുള്ളത് 80-90 ഇടയിലുള്ളത് പ്രീ ഹൈപ്പർ ടെൻഷൻ അഥവാ ബി.പി വരാൻ സാധ്യത കൂടുതലുള്ള വിഭാഗം എന്നുള്ള രീതിയിലാണ് നമ്മൾ വിഷയമെടുക്കുന്നത്. ഇനി ഈ പറയുന്നത് ബ്ലഡ് പ്രഷർ കുറയുന്നത്, ബ്ലഡ് പ്രഷർ കുറയുമ്പോൾ എന്താണ് സാധാരണ സംഭവിക്കുന്നത്? അതിന്റെ അർത്ഥം ഹൃദയം പമ്പ് ചെയ്യാനുള്ള പ്രഷർ ഉപയോഗിക്കുന്ന ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ രക്തത്തോടെ ഉണ്ടാക്കുന്ന മർദ്ദം വളരെ കുറവാണ്. ഈ മർദ്ദമാണ് എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ബ്ലഡ് പ്രഷർ സാധാരണ ഒരു പരിധികൾ കുറഞ്ഞതിന് ശേഷം എല്ലാവിടേക്കും രക്തം പ്രോപ്പർലി പമ്പ് ചെയ്യാൻ പറ്റാത്ത, എല്ലാവിടേക്കും രക്തം പമ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കും കിഡ്നിയിലും ഒക്കെ രക്തം പമ്പ് ചെയ്യുന്നതിന്റെ അത് വളരെ കുറയും. അത് സ്വാഭാവികമായിട്ടും അവരുടെ പ്രവർത്തനത്തിനെ ബാധിക്കുകയും പിന്നീട് ആ പറയുന്നത് പ്രവർത്തനക്ഷമമല്ലാതായി തീരുകയും ചെയ്യുന്നതാണ്. അപ്പൊ ബി.പി കുറയുക എന്ന് പറയുന്നതും ഒരു പേടിക്കേണ്ട സംഗതി തന്നെയാണ്. പക്ഷെ ഡയബറ്റിക് അറിയാൻ ഒരാളുടെ നോർമൽ അല്ലെങ്കിൽ ബേസ് ബി.പി എത്രയാണ് അതിനേക്കാളും 20 മില്ലിമീറ്റർ കുറഞ്ഞാൽ മാത്രമേ ബി.പി കുറഞ്ഞത് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. കാരണം വെച്ചാൽ ഈ പറയുമ്പോൾ പലപ്പോഴും നാളെ പലരും ചോദിക്കുന്നതാണ്, ഡോക്ടർ എനിക്ക് 80-60 ഉള്ളൂ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്. നോർമലായിട്ട് ആളുടെ ബി.പി 80-60 ആണെങ്കിൽ അയാൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു 140 അല്ലെങ്കിൽ 120-80 ഉണ്ടായിരുന്ന ഒരാളുടെ ബി.പി 80-60 ആയിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ നോർമൽ ബി.പിനേക്കാൾ കുറവുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ ബ്ലഡ് പ്രഷറിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു ജീവിതശൈലി രോഗമാണ്. അപ്പോ ഈ ഭക്ഷണം അല്ലാതെ ഉറക്കം ബി.പി അല്ലാതെ സ്വാധീനിച്ചു അല്ലെങ്കിൽ ഉറക്കത്തെ കുറിച്ച് ബി.പി റിലേറ്റഡ് ആണോ ബ്ലഡ് പ്രഷർ റിലേറ്റഡ് ആണോ? ഉറക്കം ബ്ലഡ് പ്രഷറിനെ എങ്ങനെ ബാധിക്കുക എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. നമുക്കെല്ലാവർക്കും അർത്ഥമായ ഉറക്കം കിട്ടണം. ഉറക്കം കിട്ടിയിരുന്നില്ല നമ്മൾ ഏതൊരു സ്ഥാനത്തിലാണ്, നമുക്ക് ഏതൊരു ഉപകരണമാണെങ്കിലും ആ ഉപകരണത്തിന് കൃത്യമായ റെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ സ്വാഭാവിക ഉപകരണം ചെയ്താലുള്ള സാധ്യതകളാണ്. അതേമാതിരി തന്നെ മനുഷ്യന്റെ കാര്യത്തിലാണ് മനുഷ്യനും നിർബന്ധമാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. റെസ്റ്റ് എന്ന് പറയുന്നത് അവന്റെ ഉറക്കത്തിന്റെ സമയത്താണ് അവന്റെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് ചെയ്യണം. ആ റെസ്റ്റ് ചെയ്യുന്നതിന്റെ അളവ് കുറയുന്നതിനനുസരിച്ച് എന്താണ് ഈ പറയുന്ന നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗവും മെക്കാനിസത്തിനെ ബാധിക്കും, തീർച്ചയായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും അത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ആ പറയുന്ന ഉറക്കമില്ലായ്മ കാരണം ബ്ലഡ് പ്രഷർ കൂടാം. ഓക്കെ, ഈ പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഹൃദയത്തിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സ്ട്രോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടാം. മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്ന സംഗതിയുണ്ട്. ആ ബയോളജിക്കൽ ക്ലോക്ക് തന്നെയാണ് രാത്രി സമയം ഉറങ്ങാനുള്ളത്, രാവിലെ സമയം നമുക്ക് വർക്ക് ചെയ്യാനുള്ളത്. അതിനനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളും നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം എല്ലാം ക്രമീകരിക്കപ്പെടുന്നത്. അതിനെന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ അത് ഒരുപാട് അസുഖങ്ങൾ ശരീരത്തിൽ കൂടുതലാക്കും, കൊളസ്ട്രോൾ കൂടുതലായിട്ടുണ്ടാകും, പിന്നെ തടി കൂടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതെല്ലാം ഈ പറയുന്ന ഉറക്കമില്ലായ്മ കാരണം വരുന്ന കാര്യമാണ്. അപ്പോൾ മിനിമം 6 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കണം. 8 മണിക്കൂറാണ് നമ്മൾ പറയുന്നത്. 6 മണിക്കൂറിൽ ഏറ്റവും മിനിമം ഉറങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ബി.പിയും അതുപോലെ തൈറോയിഡായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? തൈറോയിഡ് ഈ ബി.പി മറ്റു അസുഖങ്ങളെ ഉണ്ടാവാൻ സാധ്യതയോ ബി.പി ഉള്ളതുകൊണ്ട് മറ്റു അസുഖങ്ങൾ കൂടാനുള്ള സാധ്യത സാധ്യതയുണ്ടോ? ബി.പിയും തൈറോയിഡും നമ്മൾ ഡയറക്റ്റ്ലി ബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെ ജീവിതശൈലി രോഗങ്ങൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ആ ഒരു വിഭാഗത്തിൽ ഇപ്പൊ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് തൈറോയിഡ്. അത് ജീവിതശൈലിയിൽ വരുന്ന അല്ലെങ്കിൽ പോലും ഇപ്പൊ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ്. തടി കൂടുന്നവർക്ക് തൈറോയിഡിന്റെ ബുദ്ധിമുട്ട് കാണുക എന്നുള്ളത് പ്രത്യേകിച്ചും സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഓട്ടോഇമ്യൂൺ ഓട്ടോഇമ്യൂൺ നമ്മുടെ ശരീരത്തിലെ കാര്യങ്ങൾ നമുക്കെതിരെ പ്രവർത്തിക്കുന്നതിന് ഓട്ടോഇമ്യൂണാണ്. ഓട്ടോഇമ്യൂൺ കാരണം തൈറോയിഡിന് അസുഖം ഉണ്ടാവുകയും അത് പിന്നീട് തടി കൂട്ടാനുള്ള കാരണം ഉണ്ടാക്കുകയും ഈ തടി കൂടുതൽ പിന്നീട് ബി.പിയുമായിട്ടുള്ള കാര്യങ്ങൾ വരുത്തുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ഈ ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്നില്ലെങ്കിൽ പോലും തൈറോയിഡ് കൂടി നമ്മളിതിന്റെ കൂടെ ഒരുമിച്ച് വായിക്കുകയാണ് സാധാരണ ചെയ്യാറ്. പ്രത്യേകിച്ച് തടി കൂടിയ ഫീമെയിൽസിന് നമ്മളെപ്പോഴും ഈ പറയുന്ന തൈറോയിഡിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കുന്നത്. ഈ മനസ്സിന്റെ നിയന്ത്രണമാണ് ബി.പി പരിധി വരെ നമുക്ക് കൺട്രോൾ എത്തിക്കാൻ പറ്റുന്നത്. നമ്മുടെ സ്ട്രെസ് കൂടുന്നതോടെ ബി.പി കൂടുന്നു പറഞ്ഞത് അല്ല, ഒരു വൺ ഓഫ് ദി പാർട്ടാണ് അതിന് ചോദിക്കുന്നത്. ഒരു മനസ്സിനെ നമ്മൾ ഒരു പരിധി വരെ നിയന്ത്രിച്ചെടുത്താൽ എത്രത്തോളം അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഞാനിത് പറയുന്നതിന് മുമ്പ് ഞാനൊരു ഇതായിട്ട് പറയാം. സാധാരണ ഞങ്ങളെ കാണാൻ വരുന്ന പേഷ്യൻസില് അവർ പറയാറ് അവർക്ക് ഭയങ്കര ദേഷ്യമാണ്, അതുകൊണ്ട് ആളുകൾ ബി.പി കൂടുന്നു.
അപ്പം അവർ കാണിക്കുന്ന ബീപ്പുകളുടെ എങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്ന അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആൾക്കാരുടെ ബീപ്പ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് കൺസെപ്റ്റ്. ആക്ച്വലി ദേഷ്യപ്പെടുന്നവർക്ക് ബീപ്പ് കൂടുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല, കഴിച്ചിട്ട് എല്ലാവരും അറിയാം, അങ്ങനത്തെ ഒരു സംഗതിയില്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാളെ ദേഷ്യപ്പെടുമ്പോൾ അയാളുടെ സ്ട്രെസ് ഹോർമോൺ ഓട്ടോമാറ്റിക്കലി കൂടുതലായിരിക്കും. ആ സ്ട്രെസ് ഹോർമോൺ കൂടുമ്പോൾ അയാളുടെ ബി പി ഓട്ടോമാറ്റിക്കലി കൂടുന്നതാണ്. അങ്ങനെയാണ് ബി പി കൂടുന്നത്. അതല്ലാതെ ദേഷ്യപ്പെടുന്ന ഒരു കാരണം കൊണ്ട് ബി പി കൂടുന്നതല്ല, സ്ട്രെസ് ഹോർമോൺ കാരണമാണ് ആ ബി പി കാര്യവും കൂടുന്നത്. നമുക്കൊരു ബ്രേക്ക് പോകേണ്ടത്, അതുകൊണ്ട് ബ്രേക്ക് ചെയ്ത് നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ഗ്രോസറീസ് ആയിക്കോട്ടെ, ക്രോക്കറീസ് ആയിക്കോട്ടെ, ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തും ഇവിടെയുണ്ട്. നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇനി ഈസിയായി പർച്ചേസ് ചെയ്യാം. കൂടാതെ തന്നെ ഏറ്റവും രുചികരമായ ബേക്കറി ഐറ്റംസും ഡ്രൈ ഫ്രൂട്ട്സും. അപ്പൊ ഇനി ഏറ്റവും ഗംഭീര ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് ഇനി ഒറ്റപ്പാലത്തിന്റെ മണ്ണിൽ ലൈവായി തുടരും. അപ്പോ ബ്രേക്ക് കഴിഞ്ഞ് നമുക്ക് ബിപിയെ കുറിച്ചുള്ള സംശയങ്ങൾ കൂടുതലായിട്ട് ഡോക്ടറായിട്ട് അറിയാനുണ്ട്. പ്രേക്ഷകർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും, നമുക്ക് അതിന് ചോദിച്ചറിയാം. ഒരു ബിപിക്ക് പ്രശ്നം മരുന്ന് കഴിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു സംശയമാണ്, ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടാവും? പൊതുവെ ഇംഗ്ലീഷ് മെഡിസിന് സൈഡ് എഫക്ട് ഉണ്ടാവുന്നൊരു ധാരണ മനുഷ്യനുണ്ട്. ബിപിക്ക് മരുന്ന് കഴിക്കുന്നതിൽ സൈഡ് എഫക്ട് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് ഈ കുറച്ച് സാധാരണ രീതിയിൽ നമ്മളോട് ചോദിക്കുന്നതാണ്. കാരണം എന്നിട്ട് ബിപിക്ക് എന്നുള്ളത് മാത്രമല്ല, ബി പി, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ തീർച്ചയായും മരുന്ന് കഴിക്കേണ്ടതാണ്. കാരണം ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങളും തീർച്ചയായും നിയന്ത്രിച്ച് നിർത്തുകയാണ് വേണ്ടത്. നമ്മൾ സാധാരണ പനിമാരി ഏതെങ്കിലും ഒരു മരുന്ന് കഴിച്ച് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകുന്ന നല്ല ജീവിതശൈലിയൊന്നും നിയന്ത്രിച്ച് നിർത്താനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മരുന്ന് കഴിക്കുന്നത്. ഒരു മരുന്ന് തുടർച്ചയായിട്ട് കഴിക്കുമ്പോൾ അത് അതിനെ ബാധിക്കുമോ എന്നുള്ളത് വളരെയധികം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് പേടിച്ചുകൊണ്ട് മരുന്ന് കഴിക്കാതിരിക്കുകയും ബിപി വളരെയധികം കൂടി ഷോക്കും അറ്റാക്കും വന്നിട്ട് അതിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പൊതുജനങ്ങളുടെ ഒരു സംശയം സ്വാഭാവികമായിട്ടും ഒരു സാധനം കൂടുതൽ നാൾ കഴിച്ചാൽ അത് അവരെ ബാധിക്കുമെന്നാണ്. എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടും ബാധിക്കില്ല എന്നുള്ളൊരു കാര്യം ഞാൻ ഒരിക്കലും പറയില്ല, ബാധിക്കപ്പെടുന്നതാണ്. പക്ഷെ അത് വളരെ തുച്ഛമായിട്ടുള്ള രീതിയിൽ നമുക്കൊരു 2 പേഷ്യൻസിനെ എടുക്കാം. ഒരു പേഷ്യന്റ് കൃത്യമായ മരുന്ന് കഴിച്ചു 20 കൊല്ലം 25 കൊല്ലം നിൽക്കണം. അത് കാരണം അവരുടെ ഈ പറയുന്നത് ഈ മരുന്ന് യൂഷ്വലി നമ്മൾ കഴിക്കുന്നത് കിഡ്നിയിലൂടെയാണ് യൂഷ്വലി പോകുന്നത്. ആ കിഡ്നിയുടെ പ്രവർത്തനത്തിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ വളരെ ചെറിയ മാറ്റം, ചിലപ്പോൾ അറിയാനേ പറ്റില്ല. അതേസമയം വീട്ടിലെ മാറ്റമൊന്നും കഴിക്കുന്നില്ല കഴിച്ചിട്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് 20 കൊല്ലമൊന്നും വേണ്ട, ചിലപ്പോൾ 5 കൊല്ലം കഴിച്ചാൽ തന്നെ അവരുടെ കിഡ്നിയിലെ പ്രവർത്തനം നിൽക്കുക, അല്ലെങ്കിൽ അറ്റാക്ക് വരാം, ഒരു സ്ട്രോക്ക് വരാം, അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരാം. ഇത് 2 വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പറയുന്നത് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. ഒരിക്കലും ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ചോറ് പ്രോപ്പർലി കൺട്രോൾ ചെയ്തെങ്കിൽ ഷുഗർ കൂടാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷുഗർ കൂടാം, തടി കൂടാം, എന്നില്ല. എന്നിട്ട് നമ്മൾ ചോറ് കഴിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ സൈഡ് എഫക്ട് എന്ന് പറയുന്നത്. നമുക്ക് നിർബന്ധമായിട്ട് നമുക്ക് ജീവിക്കാൻ ഭക്ഷണം കൂടിയിട്ടില്ല. ആ ഭക്ഷണം ഉണ്ടാകുന്നതാണ്, അതൊരു മരുന്ന് അവർക്ക് ഉണ്ടായിട്ടുള്ളൂ. അതുമൂലം ഉണ്ടാകുന്ന വളരെ ചെറിയ കാര്യങ്ങളാണ്. അതിനൊരു സൈഡ് എഫക്ട് എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞുകൂടാം. പക്ഷെ എല്ലാവരും എന്താണ് പറയുന്നത്, പേടിച്ചിട്ട് ഈ പറയുന്ന ഉറുമ്പിനെ കടിയുള്ളൂ എന്ന് പേടിച്ചിട്ട് പാമ്പിന്റെ കടി കൊള്ളുന്ന തന്നെയാണ് പൊതുവെ കൺസെപ്റ്റ്. അപ്പൊ അതുകൊണ്ട് ദയവ് ശ്രദ്ധിക്കുക, നിങ്ങൾ ബി പി എന്തായാലും കുറച്ച് നോർമലാക്കി നിർത്തണം. അതുകൊണ്ട് എങ്ങനെ വേണ്ടി ചെയ്യാം, അതൊന്നില്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് വളരെയധികം കുറച്ചിട്ട്, അതല്ലെങ്കിൽ എക്സസൈസും കാര്യങ്ങളും ചെയ്തിട്ട്, അതല്ലെങ്കിൽ വെയിറ്റ് കുറച്ചിട്ട് ഏകദേശം 1 മില്ലിമീറ്റർ വെയിറ്റ് കുറയും, ഏകദേശം 1 kg വെയിറ്റ് കുറച്ചില്ല. ഒരു 10 kg വെയിറ്റ് കുറക്കാൻ പറ്റുകയാണെങ്കിൽ 10 മില്ലിമീറ്റർ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ഉപ്പിന്റെ അളവ് ഇപ്പൊ ഒട്ടും പാടില്ല, ഉപ്പ് കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് 8 മില്ലിമീറ്റർ വെയിറ്റ് വെയിറ്റ് കുറയാനുള്ള ഇതുണ്ട്. അതേപോലെ എക്സസൈസ് ചെയ്യുമ്പോൾ 5 മില്ലിമീറ്റർ ഇത് കുറയ്ക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമുക്കൊരു പരിധിവരെ ഈ പറഞ്ഞ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം. അതും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കൺട്രോൾ ആവുന്നുണ്ടെങ്കിൽ മാത്രം മരുന്നിലേക്ക് നിൽക്കും. നമുക്ക് ആ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ വെയിറ്റ് നോക്കേണ്ടത്. അതിന് നിങ്ങൾ മരുന്ന് കഴിക്കണം എന്ന് തന്നെയല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മരുന്ന് കഴിക്കണ്ട. പക്ഷെ ഇതൊന്നും ചെയ്തിട്ട് വെയിറ്റ് കൺട്രോൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മരുന്ന് കഴിക്കുന്നതാണ് ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് നല്ലത്. അതല്ലെങ്കിൽ അത് നിങ്ങളുടെ ഈ പറയുന്ന ഒരു സ്ട്രോക്കോ അല്ലെങ്കിൽ ഹാർട്ടിന്റെ പ്രവർത്തനം നിൽക്കുക, അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ കാഴ്ചയെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഈ ഭക്ഷണ ക്രമീകരണത്തില്
നമ്മൾ വെജിറ്റേറിയൻ ആയതുകൊണ്ടോ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയനും ഉപേക്ഷിക്കപ്പെട്ടതുകൊണ്ടോ നമുക്ക് എന്തെങ്കിലും ബി.പി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ബീഫ് കൂട്ടുന്നതിൽ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളുടെ പെടുന്ന കൊളസ്ട്രോൾ പോലുള്ള കാര്യങ്ങൾ ഈ പറയുന്ന നോൺ വെജിറ്റേറിയൻ അല്ലെങ്കിൽ കൊഴുപ്പ് കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതല്ല, ഈ ജീവിതശൈലി രോഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഷുഗറുള്ള ആൾക്ക് പ്രശ്നം ഉണ്ടാവാണെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും. ഷുഗറുള്ള ആൾക്ക് പ്രശ്നം കൊളസ്ട്രോൾ ഉണ്ടാവാണെങ്കിൽ അത് കൂടുതലായിട്ട് ഹാർട്ടിനെ കിഡ്നിയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറയുന്ന സംഗതി ബാക്കിയുള്ള ജീവിതശൈലി രോഗങ്ങൾ കൂട്ടാനുള്ളത് അത് പിന്നീട് വീട്ടിലുള്ളവർക്ക് ദോഷം ചെയ്യാൻ സാധ്യത. അപ്പൊ അതുകൊണ്ട് കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ, ഉപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഈ പറയുന്ന സ്റ്റിൽ ഫുഡ്സ്, സ്റ്റോറേജ് വെച്ചിട്ടുള്ള ഫുഡ്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പറയുന്ന മറ്റേ കാർബേറ്റ് ഡ്രിങ്ക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മളെപ്പോഴും കാർബോഹൈഡ്രേറ്റ് ഫുഡ്സാണ് കൂടുതലായിട്ട് കൊടുക്കുക. പാക്കേജ് ഫുഡ്സാണ് കൂടുതലായിട്ട് കൊടുക്കുക. ഒഴിവാക്കാൻ നോക്കുന്നതാണ്. ഇതിനൊപ്പം തന്നെ സാധാരണ നമ്മളോട് ചോദിക്കാൻ ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, ഇനി എനിക്ക് എന്ത് ഭക്ഷണം കഴിച്ചൂടെ എന്നുള്ളതാണ് സാധാരണ അവരോട് ചോദിക്കാറ്. നേരത്തെ ഞാൻ പറഞ്ഞത് ജീവിതശൈലി രോഗമാണ്. അത് ജീവിതശൈലിയിൽ നമ്മൾ മാറ്റുന്നത് എക്സസൈസ് ഇതൊക്കെ പറയുന്നത് ഭക്ഷണത്തിൽ നമ്മൾ ക്രമീകരിക്കണം. ഭക്ഷണത്തിൽ ക്രമീകരിച്ചാൽ ഇതിലൂടെ നമുക്ക് കൂടാതിരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഭക്ഷണം ക്രമീകരിച്ച് ഓട്ടോമാറ്റിക്കലി ഇപ്പോഴുള്ള മരുന്ന് ഒരു മരുന്ന് അങ്ങനെ 2 മരുന്നുകളാവും, ഒരു 3 മരുന്നുകളാവും. അപ്പൊ അതുകൊണ്ട് എന്ത് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യണം. എന്താണ് എക്സസൈസ് ചെയ്യണം, എപ്പോഴും നന്നായി കുറയ്ക്കണം. പിന്നെ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കണം. എക്സസൈസ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഒരു ബി.പി ഉള്ള ഒരാള് ഈ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഹൈ ബി.പി ഉള്ള ഒരാൾ ഡ്രൈവ് ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ളതും സാർക്ക് നിർദ്ദേശിക്കാനുണ്ടോ? കാരണം ബി.പി നമ്മുടെ മനസ്സിനും ശരീരത്തിനും എല്ലാവരും സ്വാധീനിക്കുന്ന ഒന്നാണല്ലോ ഒരു പരിധി വരെ. അപ്പോൾ ഡ്രൈവിങ് നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. റോഡിൽ അപകടങ്ങൾ സാധ്യത കൂടുതലുണ്ട്. അതുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബി.പി ഉള്ള ഒരാള് അങ്ങനെ ഒരു ഡ്രൈവ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം നമുക്ക് തരാനായിട്ടില്ല. പക്ഷെ ഈ പറയുന്ന ഒരു ബി.പി ഉള്ള ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ അവർ ഈ പറയുന്ന ഒരു അഡിക്റ്റഡ് റെസ്റ്റ് എടുത്തിട്ട് ഡ്രൈവ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ബി.പി കൂടുമ്പോൾ അവർക്ക് ഏകാഗ്രത നന്നായിട്ട് പറയാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല അവർക്ക് ഒരു ബുദ്ധിമുട്ട് വളരെയധികം ബി.പി കൂടുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിലുള്ള കാര്യം. പക്ഷെ ബി.പി എന്ന് പറയുന്ന കാര്യം ഒരാൾ അറിയാനേ പോകുന്നില്ല. ഈ പറഞ്ഞത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരാളെ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ബി.പി കൂടുതൽ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം. നമുക്ക് ആർക്കും ഇപ്പൊ പറയാൻ വേണ്ടി പറ്റില്ല നമുക്ക് ബി.പി കൂടുതൽ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം. ഇപ്പൊ പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് ഒക്കെ എല്ലാവരും പറയുന്നത് 30 വയസ്സിന് മീതിയുള്ള എല്ലാവരും ഒരു പ്രാവശ്യം റെസ്ട്രിക്ഷൻ നോക്കണം എന്നതാണ്. അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നവർക്ക് ബി.പി നോക്കുമ്പോൾ ഒരുപാട് പേർക്ക് ആദ്യമായിട്ട് ബി.പി കണ്ടുപിടിക്കുന്ന സ്ഥിതിയുണ്ടായി. അതുപോലെ ബി.പി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോ നമ്മുടെ ജീവിതശൈലിയിലോ ഒരു മാറ്റങ്ങളും വരാൻ പോകുന്നില്ല. അപ്പൊ പലപ്പോഴും എന്താണ് ബി.പി കൂടിയ ഒരു അവസ്ഥ നമ്മളെ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇന്ന് വെള്ള റെസ്ട്രിക്ഷൻ ഇന്ന് എനിക്ക് പറയാനുള്ളത് 30 വയസ്സിനല്ല 18 വയസ്സിന് മീതിയുള്ള എല്ലാവരും നിർബന്ധമായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും റെസ്ട്രിക്ഷൻ നോക്കണം എന്നുള്ളതാണ്. അത് ഈ വർഷത്തെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ടാർഗറ്റ് ആയിട്ട് റെസ്ട്രിക്ഷൻ നോക്കുകയും കണ്ടുപിടിക്കപ്പെടുന്ന പക്ഷം നിങ്ങൾ ഈ പറയുന്ന ഭക്ഷണ രീതിയിൽ ക്രമീകരിക്കുക, ഉപ്പ് നന്നായിട്ട് കുറയ്ക്കുക, ദിവസം എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുമ്പോൾ ടേസ്റ്റി ഫുഡുകളുടെ എല്ലാം മോഡേൺ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്ന ഫുഡ് എക്സസൈസ് എന്ന് പറഞ്ഞ് ഒരുവിധം എല്ലാവർക്കും സ്മാർട്ട് വാച്ച് ഉണ്ട്. ഈ സ്മാർട്ട് വാച്ചിൽ അല്ലെങ്കിൽ മൊബൈലിൽ നമുക്ക് നമ്മളെടുക്കുന്ന സ്റ്റെപ്പുകൾ കൗണ്ട് ചെയ്യപ്പെടും. അപ്പോൾ 10,000 എത്ര ഉണ്ടെന്നുള്ള കാര്യം അതിൽ നമ്മൾ സ്റ്റെപ്പ് കൗണ്ട് ചെയ്യണം. ഒരു 10,000 സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്നവരെ മിനിമം 17 സ്റ്റെപ്പെങ്കിലും നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളത് ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ രാത്രി നടക്കുക. എത്രയാണോ 17 സ്റ്റെപ്പാവുന്നത് അതിനുശേഷം മാത്രം കിടക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സ്ഥലത്ത് വരും. കാരണം നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉപ്പ് നന്നായിട്ട് കുറയ്ക്കുക, എക്സസൈസ് ചെയ്യുക, പിന്നെ വെയിറ്റ് കുറയ്ക്കുക. വെയിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 10 kg കുറച്ചതിന് 10 മില്ലിമീറ്റർ കുറയ്ക്കാൻ വേണ്ടി പറ്റും. അത്രയുള്ള കാര്യങ്ങൾ നടക്കുക. പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ബി.പി കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയിട്ട് ബി.പി നോക്കുകയും ബി.പി കൂടുതലുള്ള പക്ഷം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയും വീണ്ടും ബി.പി നോക്കുകയും കുറഞ്ഞില്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഡോക്ടറെ കണ്ട് വേണ്ട ചികിത്സ തേടുകയും ചെയ്യണം എന്നതാണ് വലിയ റെക്കമെൻഡേഷൻ ചെയ്ത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ബി.പി നോക്കാതെ നമുക്കാണ് വീട്ടിൽ സംശയം മനസ്സിലാവുന്നത്. ഈ ഇപ്പോൾ കൊറോണ
എല്ലാവരും ബിസ്മിയായി ഓൺലൈനിലും കടകളും കിട്ടുന്നതുകൊണ്ട് അത് വാങ്ങി BP നോക്കുന്ന ഒരു ടെൻഡൻസി ജനങ്ങളിലുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാവും? സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് നമ്മൾ ഇപ്പൊ കിട്ടുന്ന ഓട്ടോമാറ്റിക് ബ്ലഡ് പ്രഷർ എല്ലാം മാനുവലി നോക്കുന്ന ബ്ലഡ് പ്രഷറായിട്ട് കമ്പയർ ചെയ്ത് നോക്കണമെന്നാണ്. അതായത് ഒരാള് മാനുവലി എന്ന് പറയുന്ന സാധാരണ മറ്റുള്ള ആ രീതിയിൽ ബി.പി നോക്കാം, ഈ പറയുന്ന മെഷീനായിരിക്കും ബി.പി നോക്കാം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം 10 മില്ലിമീറ്റർ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻ നല്ലതല്ല എന്നുള്ള രീതിയിലാണ് എടുക്കുക. ഓക്കെ, ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് ഈ പറയുന്നത് മെട്രോയിലുള്ള കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയുന്നതായിട്ട് 3 പ്രാവശ്യം ബ്ലഡ് പ്രഷർ നോക്കുക. ഈ 3 പ്രാവശ്യം ബ്ലഡ് പ്രഷർ നോക്കുക, അതിന്റെ ആവറേജ് എത്രയാണോ ആ റേഡിങ് എടുക്കുക. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നമ്മൾ വളരെ ടൈറ്റായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ബി.പി കൂടുതലായിട്ട് വരും, ലൂസായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ബി.പി കുറവായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കെട്ടുന്നതെല്ലാം വരും ബാധിക്കും. അതേപോലെ കത്തിന്റെ മീതെ കെട്ടുമ്പോൾ ബി.പി കൂടുതലായിട്ട് വരും. ഇതെല്ലാം ബാധിക്കണം. അപ്പൊ അതെല്ലാം നോക്കിക്കൊണ്ട് വേണം നമ്മൾ ഇതാക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, മിനിമം 3 പ്രാവശ്യം, അതിന് ഒരു ദിവസത്തിൽ 3 നേരത്തെ, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, അങ്ങനെ 3 നേരത്തെടുത്ത് ആ 3 നേരത്തിന്റെ ആവറേജ് എത്രയാണോ അത് വെച്ചിട്ട് ബ്ലഡ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഓട്ടോമാറ്റിക് മെഷീൻസിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത്. എന്നാലും ഇത്ര നേരം നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സാറ് ഒരുപാട് സംശയങ്ങൾ ദൂരീകരിച്ചു. എന്തായാലും ഇനിയുള്ള അടുത്ത കൊല്ലം ബ്ലഡ് പ്രഷർ ഡേ, ഹൈപ്പർ ടെൻഷൻ ഡേ വരുന്നതിലേക്കും ഇത് മനസ്സിലാക്കിക്കൊണ്ട് രോഗികൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സാറും നന്ദി പറഞ്ഞു ഈ കൃത്യം അവസാനിപ്പിക്കും. താങ്ക് യു. നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ഗ്രോസറീസ് ആയിക്കോട്ടെ, ക്രോക്കറീസ് ആയിക്കോട്ടെ, ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തും ഇവിടെയുണ്ട്. നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇനി ഈസിയായി പർച്ചേസ് ചെയ്യാം. കൂടാതെ തന്നെ ഏറ്റവും രുചികരമായ ബേക്കറി ഐറ്റംസും ഡ്രൈ ഫ്രൂട്ട്സും. അപ്പൊ ഇനി ഏറ്റവും ഗംഭീര ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് ഇനി ഒറ്റപ്പാലത്തിന്റെ മണ്ണിൽ ലൈവായി തുടരും.